ബാച്ചിന്റെ സിലബസ് എന്ന് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ റോഡ് മാപ്പ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഡിസംബർ മാസത്തോടെ കംപ്ലീറ്റ് +2 സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. കാരണം എന്താണ്? കാരണം ജാനുവരിയിൽ നിൽക്കുന്നുണ്ട് ലാബിന്റെ ക്ലാസ്സും അതിന്റെ പരീക്ഷയുണ്ട്. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമും മാർച്ചിൽ പബ്ലിക് എക്സാമുമാണ്. ഡിസംബറിലെങ്കിലും തീർത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നാ തീർക്കാൻ പോകുന്നത്? തീർക്കാൻ വേറെ സമയമില്ല, ഓരോ പരിപാടികളായിട്ട് വരികയാണ്. ലാബ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോഴും. അപ്പോൾ ആ സമയത്ത് വേണം ലാബ് എക്സാമിന് പ്രാക്ടിക്കലൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടി. കുറേ പഠിക്കാനുണ്ട് താൻ, കുറച്ചൊന്നുമല്ല. മിനിമം ഡിസംബറിൽ നമ്മൾ തീർത്തിട്ടേ നടക്കുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ സബ്ജക്റ്റിലും 14 ചാപ്റ്റർ വീതം മിനിമം ഉണ്ട്. നിങ്ങൾ ഡിസംബറിൽ സിലബസ് തീർത്താലും എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും 14 ചാപ്റ്ററിന്റെ? ഇല്ല, റിവൈസ് ചെയ്ത് എടുക്കണ്ടേ? അപ്പോൾ ബേസിക് ആയിട്ട് പ്ലാൻ തയ്യാറിക്കണം. ഡിസംബർ വരെ സിലബസ് തീർക്കാന്ന് മാത്രമല്ല, ആ ഡിസംബർ വരെ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു മിനിമം ഗ്യാരണ്ടിയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ റോഡ് മാപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഓണം എക്സാമിന് മുമ്പ് അതിന്റെ തീർക്കണം, അതിന്റെ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാൻ സമയം വേണം. ക്രിസ്മസ് എക്സാമിന് റിവിഷൻ ചെയ്യാൻ സമയം വേണം. ആ സമയം നമ്മുടെ ബാച്ചിൽ തരുന്നുണ്ട്. പക്ഷെ സമയം നിങ്ങൾ ഉപയോഗിക്കണം. കാരണം അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഡിസംബർ ആകുമ്പോഴും സിലബസ് തീർന്നുണ്ടാവും, നിങ്ങൾക്ക് തലമണ്ടയിൽ ഒന്നും ഉണ്ടാവില്ല. അത് പ്രശ്നമാണ്, ഡേഞ്ചറാണ്. +2 ഭയങ്കര ഡേഞ്ചറാണ്. +1 പോലെയല്ല. ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രാക്ടിക്കലി +1 ഇല്ലായിരുന്നു. മിനിമം ഡിസംബർ എന്നുള്ള മനസ്സിൽ ടാർഗറ്റ് വെക്കുക. സിലബസ് എങ്ങനെ തട്ടിമുട്ടി തീർക്കാനല്ല, നന്നായി പഠിച്ചു തീർക്കാൻ വേണ്ടി. ഒരു ഉയര ബാച്ച് നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ബാച്ചിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഓക്കെ, പറഞ്ഞുതരാം.